Hi everyone. Unit step function and its Laplace transform. ഈ ടോപ്പിക്കാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആദ്യം എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വരുന്ന രീതിയിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ദി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഞാൻ തൽക്കാലം ഒരു നൊട്ടേഷൻ USF എന്ന് വിളിക്കുകയാണ്. The unit step function is defined as notation ഇതാണ് u of t minus a എന്നാണ് ഡിഫൈൻ ചെയ്യുക. And this is equal to 0 if t is less than a and it's 1 if t is greater than or equal to a. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എല്ലായ്പ്പോഴും എടുക്കുക 0, 1 എന്ന് പറഞ്ഞ രണ്ട് വാല്യൂ എടുക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ എല്ലായ്പ്പോഴും നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഗ്രാഫ് വരച്ച് എങ്ങനെ കിട്ടും? എ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, റിയൽ ആക്സിലുള്ള എക്സ് ആക്സിലുള്ള ഒരു പോസിറ്റീവ് വാല്യൂ ആണ് എ എന്ന് പറയും. ഈ എക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻ മുഴുവൻ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ മുഴുവൻ ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. എക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഫുള്ള് ഫംഗ്ഷൻ 0 ആണ്. അതിനുശേഷം എക്ക് റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഫംഗ്ഷൻ ഫുള്ള് 1 ആണ്. ഓക്കെ, എ മുതൽ എക്ക് റൈറ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻ കംപ്ലീറ്റ് 1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ 0 ആണ്. ഓക്കെ, ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ചില ഫംഗ്ഷൻസ്, ഇപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളൊരു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ടിയുടെ ഡൊമൈനകത്ത് എ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ പറയുന്ന റിയലിൽ ഡിഫൈൻഡ് ആണ്, എയിലൊക്കെ ഡിഫൈൻഡ് ആണ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഇങ്ങനെ എഴുതാം. ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ 0 ടൈംസ് എഫ് ഓഫ് ടി 0 തന്നെയാണ് കിട്ടുക. എഫ് ടി ലെസ് ദാൻ എ ആൻഡ് എഫ് ഓഫ് ടി എഫ് ടി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് വരെ ഫംഗ്ഷൻ 0 ആയിരിക്കും. അതിനുശേഷം എക്ക് ശേഷം ആ ഫംഗ്ഷൻ എന്തായിരിക്കും? നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കും. ഇപ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഓൺ ആർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതാണ് കിട്ടുക. അപ്പോൾ ഇതാണ് ടി ആക്സിസ്, ഇതാണ് എഫ് എന്ന് പറയുന്ന ആക്സിസ്. അപ്പോൾ ഇതാണ് ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ആക്ച്വലി എനിക്ക് ഈ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ആവശ്യം 1 എന്ന് പറയുന്ന പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ മുതലാണ് ടി സ്ക്വയർ സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഫുൾ എനിക്ക് ഇപ്പോൾ ഫംഗ്ഷനെ 0 ആക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് ടിയെ യു ഓഫ് ടി മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഈ ഫംഗ്ഷൻ 0 ആയിരിക്കും വെൻ ടി ഈസ് ലെസ് ദാൻ 1 ആൻഡ് ദാറ്റ് ഫംഗ്ഷൻ ഇസ് ടി സ്ക്വയർ. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ് വെൻ ടി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വരെയുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ 0 ആയിട്ട് മാറി. 1ന് ശേഷം റൈറ്റ് സൈഡിലേക്കുള്ള ഭാഗത്ത് ഈ ഫംഗ്ഷൻ നമ്മുടെ ടി സ്ക്വയർ തന്നെയായിരിക്കും. ഇങ്ങനെ കിട്ടും. റൈറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷൻ നമുക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. അതിന് ശേഷം ആ ഫംഗ്ഷൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് എന്ന് നോക്കാം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u ഓഫ് ടി മൈനസ് എ is equal to, ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, e to the power minus as by s എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ടി മൈനസ് എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. e to the power minus as by s ആയിരിക്കും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നത് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഉണ്ട്. ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി ഇ ടു ദി പവർ മൈനസ് എസ് ടി ഡി ടി ഉണ്ട്. ആ ഫംഗ്ഷനകത്തേക്ക് ഡയറക്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയാം. അപ്പോൾ ഇത് റിമെമ്പർ ദിസ് ആസ് ദ ഫസ്റ്റ് റിസൾട്ട്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അറിയാമെന്ന് വിചാരിക്കാം. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് എന്ന് നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഫ് ബാർ ഓഫ് എസ് എന്ന് ഡിഫൈൻ ചെയ്തെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്
f of t minus a times u of t minus a യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് ടിയുടെ അല്ല, എഫ് ഓഫ് ടിയെ നമ്മളൊരു എ യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അതാണ് എഫ് ഓഫ് ടി മൈനസ് എന്ന് പറയാം. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് എ ടൈംസ് യു, എന്നിട്ട് അതിനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇ ടു ദി പവർ മൈനസ് എ ടൈംസ് എഫ് ബാർ ഓഫ് എസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എഫ് ബാർ ഓഫ് എസ്, ഇപ്പോൾ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ബാർ ഓഫ് എസ് ആണെങ്കിൽ എഫ് ഓഫ് ടി മൈനസ് എ ടൈംസ് യു ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് കിട്ടാൻ എഫ് ബാർ ഓഫ് എസിൻ്റെ ഇ ടു ദി പവർ മൈനസ് എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറയും. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്നാണ് ഇതിനെ നമ്മൾ പറയാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് 1ഉം 2ഉം. ഓക്കെ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ഈ രണ്ട് റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോമും അതുപോലെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമുകളും എല്ലാം നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഏതാനും പ്രോബ്ലംസ് നോക്കാം ഈ രീതിയിൽ വരുന്ന. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലാണ്, അതായത് ഒരു ഫംഗ്ഷനെ എങ്ങനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എഴുതണം, എങ്ങനെ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഈ രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദി ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അതിനകത്ത് നമുക്കിവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുക. അപ്പോൾ ഇതാണ് ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. 0 മുതൽ 1 വരെ നമ്മുടെ ഫംഗ്ഷൻ 0 ആണ്. ദെൻ 1 to 2 ഫംഗ്ഷൻ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് t മൈനസ് 1. ദെൻ 2ന് റൈറ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ 1 ആണ്, ഇത് t മൈനസ് 1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്കൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം തന്നെ ഈ ഫംഗ്ഷനെ പീസ് വൈസ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലായ്പ്പോഴും ഇതിനൊരു ഇവിടെ ഒരു ഇൻ്റർവെൽ തന്നിരിക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഇൻ്റർവെല്ലും റൈറ്റ് ഇൻ്റർവെല്ലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ t മൈനസ് 0, ഇവിടെ ഇപ്പോൾ 0 ലെസ് ദാൻ t ലെസ് ദാൻ 1 ഉണ്ട്, ഇവിടെ ഇപ്പോൾ 1 ലെസ് ദാൻ t ലെസ് ദാൻ 2 ഉണ്ട്, ഇവിടെ ഇപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല, റൈറ്റ്? അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് 2 ലെസ് ദാൻ t എന്ന് എഴുതുക. എപ്പോഴും ഇപ്പോൾ t ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത് 2 is ലെസ് ദാൻ t എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പർ ലിമിറ്റ് റൈറ്റ് സൈഡിൽ അപ്പർ ലിമിറ്റ് ഇല്ല. അപ്പോൾ 2ന് മുകളിലേക്കുള്ള എല്ലാ വാല്യൂസും തന്നെ ഉദ്ദേശിക്കും. അപ്പോൾ t ഗ്രേറ്റർ ദാൻ 2 തന്നാലും അതിനെ നമ്മൾ 2 ലെസ് ദാൻ t എന്ന് എഴുതുക. രണ്ടും ഒരേ ഐഡിയ തന്നെയാണ്, ഇങ്ങനെ എഴുതിയാൽ മതി. എല്ലാം ലെസ് ദാൻ സിമ്പിൾ ഇട്ട് എഴുതുക. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ 0 ആണ്, ഒരു പാർട്ട് 0 ആണ്, അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് എഴുതിയാലും ആ ഫംഗ്ഷൻ 0 ആയി പോകുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഫംഗ്ഷൻ വെച്ച് തുടങ്ങാം. ഇവിടെ നമുക്കിപ്പോൾ ഉള്ളത് t മൈനസ് 1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 1 to 2 ആണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് u ഓഫ് t മൈനസ് ലോവർ ഇൻ്റർവെൽ മൈനസ് u ഓഫ് t മൈനസ് അപ്പർ ഇൻ്റർവെൽ. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതിയാവും. അപ്പർ പാർട്ട് ഓഫ് ദി ഇൻ്റർവെൽ, അതായത് u ഓഫ് t മൈനസ് 1 മൈനസ് u ഓഫ് t മൈനസ് 2, ഇങ്ങനെ എഴുതാം. ഇതാണ് ഒരു പാർട്ട് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് പാർട്ടാണ് പ്ലസ് സെക്കൻഡ് പാർട്ട് 1 ടൈംസ് u ഓഫ് t മൈനസ് 2. ഇത് മാത്രമേ ഉള്ളൂ. അപ്പർ ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് മൈനസ് ഇട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. ഒന്ന് u ഓഫ് t മൈനസ് 1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും പിന്നെ u ഓഫ് t മൈനസ് 2, രണ്ട് ഇതാണുള്ളത്. അപ്പോൾ അതിൻ്റെ പാർട്ടിൽ ഈ ഫംഗ്ഷൻ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ t മൈനസ് 1 ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഇതിപ്പോൾ ഒന്നും ചെയ്യാനില്ല. t മൈനസ് 1 ടൈംസ് u ഓഫ് t മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് u ഓഫ് t മൈനസ് 2ൻ്റെ ടൈം എല്ലാം കൂടെ കളക്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ u ഓഫ് t മൈനസ് 2ൻ്റെ ടൈം എഴുതുമ്പോൾ ആദ്യം നമുക്കൊരു മൈനസ് മൈനസ് ഓഫ് t മൈനസ് 1 പ്ലസ് 1 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക, റൈറ്റ്? അതായത് ഇവിടെ നമുക്കൊരു t മൈനസ് 1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് t മൈനസ് 1 പ്ലസ് പിന്നെ ഇവിടെ ഒരു u ഓഫ് t മൈനസ് 2ൻ്റെ കൂട്ടി പ്ലസ് 1 ഉണ്ട്. അപ്പോൾ മൈനസ് ഓഫ് t മൈനസ് 1 പ്ലസ് 1 എന്നായിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് t പ്ലസ് 2 എന്ന് കിട്ടും. മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ മൈനസ് ഓഫ് t മൈനസ് 2 ടൈംസ് u മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഫംഗ്ഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ്
എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടൈമിലാണ് ഇപ്പോൾ എഴുതിയിരിക്കുക. ഇൻ്റർവൽ ഒന്നുമില്ല, പകരം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ടൈം. ഇതേ ഫംഗ്ഷൻ തന്നെ നമുക്ക് കിട്ടും, പക്ഷെ അത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ടൈമിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ യു ഓഫ് ടി മൈനസ് എ ടൈംസ് ടി മൈനസ് എ, അപ്പോൾ കൂടെയുള്ള ഫംഗ്ഷനും ടി മൈനസ് എയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിക്കാം. കണ്ട് ഇവിടെ കൂടെയുള്ളതും ടി മൈനസ് എയിലുള്ള ഒരു ഫംഗ്ഷനാണ്, ഇതും ടി മൈനസ് എ ആണ്. അപ്പോഴാണ് നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. റൈറ്റ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു ഓഫ് ടി മൈനസ് വണ്ണിൻ്റെ കൂടെയുള്ള ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കുക. റൈറ്റ്, ഇപ്പോൾ യു ഓഫ് ടി മൈനസ് വണ്ണിൻ്റെ കൂടെയുള്ള ഫംഗ്ഷൻ ആക്ച്വലി ടി മൈനസ് വൺ ആണ്, പക്ഷേ ഈ മൈനസ് വൺ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ടി മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്താണെന്ന് നോക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറയുന്നത് 1/s ആണ്. റൈറ്റ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറയുന്നത് 1/s ആണ്. അതുകൊണ്ട് തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോർമുല ഇതാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് വൺ ടൈംസ് യു ഓഫ് ടി മൈനസ് വൺ, ഓക്കെ, മൈനസ് പിന്നെ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് ടു ടൈംസ് യു ഓഫ് ടി മൈനസ് ടു എന്ന് കിട്ടും. ഇപ്പോൾ ഫോർമുല ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെയുള്ള ഫംഗ്ഷൻ ആക്ച്വലി ടി ആണ്, രണ്ടിൻ്റെയും കൂടെയുള്ള ഫംഗ്ഷൻ ടി ആണ്. ഇതിപ്പോൾ ഇവിടെ ടി ആയിരുന്നു, അത് ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് ടി മൈനസ് വൺ ടി മൈനസ് വൺ ആയിട്ട് മാറി. ഇവിടുത്തെ ഫംഗ്ഷൻ ടി ആണ്, അത് ഇവിടെ ടി മൈനസ് ടു ആയതുകൊണ്ട് അതും ഷിഫ്റ്റ് ചെയ്ത് ടി മൈനസ് ടുവിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1/s എഴുതുക. ഓക്കെ, കാരണം ഇവിടുത്തെ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചു 1/s. അതിൻ്റെ കൂടെ ഒരു ഇ ടു ദി പവർ മൈനസ് as മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ എ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ അവിടെ 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇ ടു ദി പവർ മൈനസ് എസ് എന്ന് കിട്ടും. മൈനസ് വീണ്ടും ഇവിടെ 1/s ആണ്, ടൈംസ് ഇ ടു ദി പവർ മൈനസ് 2s എന്ന് കിട്ടും. കാരണം അവിടുത്തെ എ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇ ടു ദി പവർ മൈനസ് എസ് മൈനസ് ഇ ടു ദി പവർ മൈനസ് 2s ബൈ എസ് എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടൈമിലേക്ക് എഴുതിയിട്ട് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പ്രോബ്ലം, എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു sin t when 0 less than or equal to t less than or equal to pi, അതുപോലെ sin 2t when pi less than or equal to t less than 2 pi, and sin 3t when 2 pi less than or equal to t. That's it, 2 pi less than or equal to t. Okay, ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടൈമിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ, ഇവിടെ 0 ഫംഗ്ഷൻ ഒന്നുമല്ല, ഇവിടെ സൈൻ ടി ഉണ്ട്. അപ്പോൾ സൈൻ ടി ടൈംസ് യു ഓഫ് ടി, റൈറ്റ്, സൈൻ ടി ടൈംസ് യു ഓഫ് ടി മൈനസ് 0. ടി മൈനസ് 0 എന്ന് വെച്ചാൽ യു ഓഫ് ടി തന്നെയാണ്. ഓക്കെ, മൈനസ് യു ഓഫ് ടി മൈനസ് പൈ. ഇങ്ങനെ കിട്ടും. അല്ലെ, യു ഓഫ് ടി എന്ന് പറയുന്നത് ആക്ച്വലി സൈൻ ടി തന്നെയാണ്. യു ഓഫ് ടി സൈൻ ടി ടൈംസ്, ഇവിടെ ഒരു എ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മൾ സൈൻ ടി ടൈംസ് യു ഓഫ് ടി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ആക്ച്വലി യു വിൽ ഗെറ്റ് സൈൻ ടി തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്. പ്ലസ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സൈൻ 2t ടൈംസ് യു ഓഫ് ടി മൈനസ് പൈ മൈനസ് യു ഓഫ് ടി മൈനസ് 2 പൈ. u of t minus pi minus u of t minus 2 pi plus then sin 3t times u of t minus 2 pi. Well, that's it. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വലി നമുക്ക് ആ ഫംഗ്ഷൻ തന്നെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഈ സൈൻ ടിയെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സൈൻ ടി ആയിട്ട് തന്നെ കിടക്കും. മൈനസ് ഇനി ഇവിടെ നമുക്ക് കിട്ടിയത് ഒരു സൈൻ ടി യു ഓഫ് ടി മൈനസ് പൈ ആണ്.
right? Plus sin 2t times u of t minus pi ഈ ടൈം sin 2t times u of t minus pi. ഓക്കെ, അടുത്ത ടൈം എന്ന് പറയുന്നത് മൈനസ് sin 2t times u of t minus 2 pi plus sin 3t times u of t minus 2 pi. ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് sin t എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അത് അങ്ങനെ തന്നെ നിർത്താം. പിന്നെ പറഞ്ഞുള്ളത് t മൈനസ് പൈയുടെ ഒരു ടൈം, രണ്ട് ടൈം ഉണ്ട് t മൈനസ് പൈയുടെ, പിന്നെ t മൈനസ് 2 പൈയുടെ രണ്ട് ടൈം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കളക്ട് ചെയ്ത് എഴുതാം. അപ്പോൾ ഇങ്ങനെ കിട്ടും sin t, ഓക്കെ, പ്ലസ് sin 2t minus sin t of u of t minus pi എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് പ്ലസ് അടുത്ത ടൈം എന്ന് പറയുന്നത് u of t മൈനസ് 2 പൈയുടെ ടൈമുകൾ കളക്ട് ചെയ്തത്. t മൈനസ് 2 പൈയുടെ പോസിറ്റീവ് ടൈം എന്ന് പറയുന്നത് sin 3t മൈനസ് sin 2t ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഫംഗ്ഷനെ എഴുതാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ ഫംഗ്ഷനെ എഴുതാം. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞാൽ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്കുള്ളത് ടി മൈനസ് പൈ ആണ്, പക്ഷേ ഇവിടെ നമുക്കുള്ളത് ടി മൈനസ് പൈകളല്ല, ടികളാണ്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ സൈൻ 2t മൈനസ് ടി എന്ന് പറയുന്നതിനെ ടി എല്ലാം ടി മൈനസ് പൈ ആക്കിയാൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു കേസിൽ, ഫസ്റ്റ് കേസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു sin t പ്ലസ്, ഇവിടെ sin 2t ആണുള്ളത്, റൈറ്റ്, sin 2t മൈനസ് പൈ എഴുതി. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വരുന്നില്ല, കാരണം വേറൊന്നുമല്ല, ഇവിടെ നമുക്ക് 2π സബ്ട്രാക്ട് ചെയ്യാം. സൈൻ പീരിയോഡിക് ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ 2π ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം, പ്രശ്നമൊന്നുമില്ല. അടുത്ത് sin t ആണുള്ളത്, മൈനസ് sin t, അപ്പോൾ മൈനസ് സൈൻ ഓഫ് ടിയുടെ സ്ഥാനത്ത് ടി മൈനസ് പൈ എഴുതുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വാല്യൂ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കണം. സൈൻ ഓഫ് ടി മൈനസ് പൈ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് നോക്കണം. സൈൻ ഓഫ് ടി മൈനസ് പൈ, റൈറ്റ്. അപ്പോൾ സൈൻ ഓഫ് ടി മൈനസ് പൈ എന്ന് വെച്ചാൽ നമുക്കത് ഈ ഒരു പാർട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, സൈൻ ടി കോസ് പൈ മൈനസ് കോസ് ടി സൈൻ പൈ എന്നായിട്ട്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ മൈനസ് സൈൻ ടി എന്നായിട്ട്, റൈറ്റ്, മൈനസ് സൈൻ ടി, ഈ പോർഷൻ സീറോ ആയിപ്പോഴും, റൈറ്റ്. അപ്പോൾ മൈനസ് സൈൻ ടി എന്നായിട്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി സൈൻ ടിയെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ, റൈറ്റ്. നമുക്കൊരു സൈൻ ടി മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഈ സൈൻ ടിയെ നമുക്ക് സൈൻ ടി മൈനസ് പൈ എന്ന് വെറുതെ എഴുതാൻ പറ്റില്ല, പകരം ഒരു മൈനസിൻ്റെ പ്രശ്നം വരും, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്ലസ് ആക്കണം. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി പ്ലസ് സൈൻ ഓഫ് ടി മൈനസ് പൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എല്ലാ ടൈമുകളും ടി മൈനസ് പൈയുടെ ടൈമിലാണ് നമുക്കുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ പ്രശ്നമല്ല. ഇനി അടുത്ത ടൈം നോക്കാം. പ്ലസ് അടുത്തത് ഇതുപോലെ തന്നെ സൈൻ 3π ആണുള്ളത്, 3t ആണുള്ളത്. അപ്പോൾ 3t മൈനസ് 2π എഴുതിയാൽ എന്ത് സംഭവിക്കും നോക്കാം. അവിടെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, കാരണം വേറൊന്നുമല്ല, ഇത് 2π ആണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ സൈനും എന്നൊക്കെ പറയുന്നത് എല്ലാം പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് 2π ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ. ഇപ്പോൾ ടി മൈനസ് 2π എന്ന് എഴുതുന്നവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ ഒന്നും, കാരണം 2π സൈൻ്റെ പീരിയഡിനാണ്. അപ്പോൾ അതിന് വാല്യൂ ഒന്നും വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് സൈൻ ഓഫ് 3 ടൈംസ് 2 മൈനസ് പൈ എന്ന് എഴുതുന്നത് ഒരു വ്യത്യാസം വരുന്നില്ല. അതുപോലെ തന്നെ മൈനസ് സൈൻ ഓഫ് 2 ടൈംസ് ടി മൈനസ് 2π എന്ന് നമുക്ക് എഴുതാം, ടൈംസ് യു ഓഫ് ടി മൈനസ് 2π. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രോബ്ലത്തിനെ മാറ്റി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഷിഫ്റ്റിംഗ് ഇല്ലാത്ത ഫംഗ്ഷൻ സൈൻ 2t ആൻഡ് സൈൻ ടി, സൈൻ 2t പ്ലസ് സൈൻ ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, സൈൻ 3t മൈനസ് സൈൻ 2t എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് കാണണം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി എന്ന് പറയുന്നത് നമുക്കറിയാം 1/s² + 1 ആണ്. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t പ്ലസ് സൈൻ ടി, ഈ രണ്ടാമത്തെ ടൈമിൻ്റെ കറസ്പോണ്ടിങ് ഈ ഷിഫ്റ്റിംഗ് ഇല്ലാത്ത ഫംഗ്ഷൻ എടുത്താൽ മതി, സൈൻ 2t പ്ലസ് സൈൻ ടി. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം 2/s² + 2² പ്ലസ്
1 by s square plus 1 എന്ന് കിട്ടും. അതുപോലെ മൂന്നാമത്തെ തന്നെ കണ്ടുപിടിക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഷിഫ്റ്റിംഗ് ഇല്ലാത്ത ഫംഗ്ഷൻ എടുക്കുക. sin 3t മൈനസ് sin 2t എന്ന് കിട്ടും. അപ്പോൾ അത് 3 by s square plus 3 square മൈനസ് 2 by s square plus 2 square എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും നമുക്ക് അറിയാം. അതുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, therefore ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം, ഇതിനകത്തേക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ. അപ്പോൾ സൈൻ ടിയുടെ നമുക്കറിയാം, അത് 1 by s square plus 1 ആണ്, അവിടെ ചേഞ്ച് ഒന്നുമില്ല. 1 by s square plus 1 ആണ്. പ്ലസ് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഈ ടേമിൻ്റെ ഷിഫ്റ്റിംഗ് ഇല്ലാത്ത ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. s by s 2 by s square plus 2 square 2 by s square plus 2 square plus 1 by s square plus 1. ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഈ കൂടെ ഒരു ഇ ടു ദി പവർ മൈനസ് എസും കൂടി ആഡ് ചെയ്താൽ മതി. കാരണം ഇവിടെ മൈനസ് എസ് അല്ല, ഇവിടെ പൈ ആണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ മൈനസ് പൈ എസും കൂടി ഈ ടേമിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഇ ടു ദി പവർ മൈനസ് പൈ എസ്. ഓക്കെ, പ്ലസ് അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഇതാ ഈ ടേമിൻ്റെയാണ്. ഈ ടേമിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ട് വെച്ചിരിക്കുന്നതാണിത്. 3 by s square plus 3 square minus 2 by s square plus 2 square കൂടെ ഇ ടു ദി പവർ മൈനസ് 2 പൈ എസും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ 3 by s square plus 3 square minus 2 by s square plus 2 square times e to the power minus 2 pi s എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. Laplace transform of e to the power minus t times 1 minus u of t minus 2. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വിൽ ഗെറ്റ് e to the power minus t minus e to the power minus t times u of t minus 2 ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതൊരു പീസ് വൈസ് ഫംഗ്ഷൻ ആയിട്ട് നല്ല തന്നിരിക്കും. ഓൾറെഡി ഒരു ഫംഗ്ഷൻ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് എ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അങ്ങനെ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്കിത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ ടു ദി പവർ മൈനസ് ടി മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ ടൈം എന്ന് എഴുതാം. ഇ ടു ദി പവർ മൈനസ് ടി ടൈംസ് യു ഓഫ് ടി മൈനസ് 2 ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൾട്ടിപ്ലൈ ആയിരിക്കുന്ന ഫംഗ്ഷൻ ഇത് യു ഓഫ് ടി മൈനസ് 2 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് മൈനസ് ടിയേ ഉള്ളൂ. അപ്പോൾ ഈ ടിയെ നമ്മൾ എന്ത് ചെയ്യണം? ടി മൈനസ് 2 ആക്കണം. ഓക്കെ, അപ്പോൾ ഇത് ടി മൈനസ് 2 ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നു. റൈറ്റ്, ഒരു -2 ഇടുന്നു, കൂടെ ഒരു +2 ഇടുന്നു. റൈറ്റ്, അങ്ങനെ നമ്മളതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പോൾ ഇ ടു ദി പവർ മൈനസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 by s plus 1 എന്ന് കിട്ടും. മൈനസ് ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇ ടു ദി പവർ മൈനസ് ഓഫ് ടി മൈനസ് 2 ടൈംസ് ഇ ടു ദി പവർ, അതായത് ഈ ടി മൈനസ് 2 ഒന്നിച്ച് എഴുതുക, എന്നിട്ട് ഈ മൈനസ് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇ ടു ദി പവർ മൈനസ് 2 എന്ന് കിട്ടും. അപ്പോൾ ഇ ടു ദി പവർ മൈനസ് 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, യു ഓഫ് ടി മൈനസ് 2 ഇങ്ങനെയാണ് കിട്ടുക. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by s plus 1. അപ്പോൾ ഈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇ ടു ദി പവർ മൈനസ് 2 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ ടു ദി പവർ മൈനസ് ടി മൈനസ് 2 യു ഓഫ് ടി മൈനസ് 2. ഇതിനകത്തേക്ക് നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ്. കാരണം a unit step function is multiplied by a function and all functions of t, or all t's are replaced by t minus 2. ഇതെല്ലാം t minus 2 ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കൂടെയുള്ള ആക്ച്വൽ ഫംഗ്ഷനാണ് പരിഗണിക്കേണ്ടത്. ഇ ടു ദി പവർ മൈനസ് ടി മൈനസ് 2 ഷിഫ്റ്റിംഗ് ഇല്ലാതെ എടുക്കുക. ഓക്കെ, സോ ഇ ടു ദി പവർ മൈനസ് ഓഫ് ടി മൈനസ് 2 ഷിഫ്റ്റിംഗ് ഇല്ലാതെ നമ്മൾ എടുക്കുമ്പോൾ ഇ ടു ദി പവർ മൈനസ് ടി എന്നാണ് കിട്ടുക. റൈറ്റ്, ഇ ടു ദി പവർ മൈനസ് ടി എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം, 1 by s plus 1 ആണ്. റൈറ്റ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഷിഫ്റ്റിംഗ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ 1 by s plus 1 മൈനസ് ഇ ടു ദി പവർ മൈനസ് 2 ടൈംസ് 1 by s plus 1. ഇതിൻ്റെ കൂടെ നമ്മളൊരു ഇ ടു ദി പവർ മൈനസ് എ എസ് ആഡ് ചെയ്യണം. ഇവിടെ എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ടി മൈനസ് എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട ടൈം ഇ ടു ദി പവർ മൈനസ് 2 എസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയാം.
അപ്പോൾ LCM s plus 1 കോമൺ ആണ്. സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് ആസ് ലൈക്ക് 1 മൈനസ് വേണമെങ്കിൽ ഈ -2 കൊണ്ട് നമ്മൾ അങ്ങോട്ട് എടുത്താൽ e⁻² ടൈംസ് s plus 1 ഫോമിൽ എഴുതാം. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയാം. 1 - e⁻² s plus 1 by s plus 1. Alright. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ എന്താണ് L ഇൻവേഴ്സ് ഓഫ് e⁻³ s മൈനസ് 3 ടൈംസ് e⁻³ by s². ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ തരുന്ന ഫംഗ്ഷൻ തീർച്ചയായിട്ടും എസ്സിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അതിനകത്ത് എവിടെയെങ്കിലും e⁻−as എന്ന് പറയുന്നത്, a എന്ത് വേണമെങ്കിലും ആവാം, സം എസ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മനസ്സിലാക്കുക അത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിനെ ഒന്ന് നമുക്ക് പരിചയമുള്ള രീതിയിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അത് e⁻−s by ഓരോന്നിനെയും s² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -3 ടൈംസ് e⁻−3s by s² എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ e⁻s വരുന്ന ടേമുകൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാം. ബാക്കിയുള്ളതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത് 1/s² ആണ്. റൈറ്റ്, അപ്പോൾ 1/s² ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് t ആണ്. ഓക്കെ, t ആണ് 1/s² ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ L ഇൻവേഴ്സ് ഓഫ് ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 1/s² എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം t² ആണ്. t ആണ്. അപ്പോൾ അതിനെ നമുക്ക് t എന്ന് എഴുതാം. t എന്ന് എഴുതാം. പക്ഷേ നമ്മുടെ സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം അനുസരിച്ചിട്ട് നമ്മൾ പറയുന്നത് ഇവിടെ e⁻−s വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആ കൂടെ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u(t−1) ആണ്. അപ്പോൾ ഇത് t−1 എന്നാൽ തീർച്ചയായിട്ടും ഇത് എന്ത് വരണം, t−1 വരണം. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് t−1 ടൈംസ് u(t−1) ആണ്. അതുപോലെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ -3 ഒരു കോൺസ്റ്റന്റ് ആണ്, അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുക. -3. ഓക്കെ, -3 ടൈംസ് വീണ്ടും അവിടെ ഒരു s² ഉണ്ട്. അപ്പോൾ അത് t ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, പക്ഷേ അതിൻ്റെ കൂടുതലുള്ള e⁻−3s ആണ്. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കൂടെ വരുന്നത് u(t−3) ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫംഗ്ഷൻ്റെ കൂടെ വരുന്നത് t−3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുക. ഓൾറൈറ്റ്, ചുരുക്കി പറഞ്ഞാൽ 1/s² ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അതിൻ്റെ കൂടെ ഒരു u(t−1) ആഡ് ചെയ്യും. e⁻−s വന്നിട്ടുള്ളത്. അപ്പോൾ u(t−1) ആയതുകൊണ്ട് നമ്മൾ എഴുതിയ ഫംഗ്ഷനകത്ത് t ഉണ്ടെങ്കിൽ അവിടെ വരുന്ന എല്ലാ t-യും എന്താക്കണം, t−1 ആക്കണം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ രണ്ടാമത്തെ കേസിലേക്ക് വന്നപ്പോൾ അത് ഇവിടുത്തെ a എന്ന് പറയുന്നത് 3 ആയിരുന്നുകൊണ്ട് u(t−3) ആണ് നമ്മൾ എഴുതിയത്. അപ്പോൾ നമ്മുടെ ആ ഫംഗ്ഷൻ്റെ കൂടെയുള്ള എല്ലാ t-യെയും എന്ത് ചെയ്യണം, t−3 ആയിട്ട് റീപ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് L inverse of that particular function. And finally one more question, fifth one, find the inverse Laplace transform of s e⁻−s/2 by s² plus pi² plus pi e⁻−s. ഇതാണ് ഫംഗ്ഷൻ വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇതിനകത്തും ഉണ്ട് ഒരു e⁻−s/2, ഇതിനകത്തും ഉണ്ട് ഒരു e⁻−s. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ L ഇൻവേഴ്സ് ഓഫ് s/s² plus pi², ഇതിൻ്റെ കൂടെ e⁻−s/2 ഉണ്ട്. രണ്ടാമത്തതിൻ്റെ കൂടെ pi/s² plus pi² e⁻−s ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ e⁻−s/2 അവിടെ നിൽക്കട്ടെ. അതിൻ്റെ കൂടെ ഉള്ളതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതുക. അതിൻ്റെ കൂടെ ഉള്ളതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം s/s² plus pi² സ്റ്റാൻഡേർഡ് ഫോം ആണ്. അത് cos pi⁡ ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ എഴുതാൻ പോകുന്നത്, അപ്പോൾ ഈ t ഒരുപക്ഷെ t നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. എങ്ങോട്ടാണെന്നുള്ളത് ഇത് നോക്കുമ്പോൾ അറിയാൻ പറ്റുക. അപ്പോൾ e⁻−s/2 ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടെ എഴുതുന്ന ഫംഗ്ഷൻ u(t−1/2) ആയിരിക്കും.
കാരണം ഇവിടെ എ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ യു ഓഫ് ടി മൈനസ് 1/2 ആണ്. അതുകൊണ്ട് തന്നെ ഈ ടിയും ടി മൈനസ് 1/2 ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോ കോസ് പൈ ടൈംസ് ടി മൈനസ് 1/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഇങ്ങനെ ആലോചിക്കാം. ഇവിടെ ഇ ടു ദി പവർ മൈനസ് എസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ പരിഗണിക്കുന്നില്ല. ഇതിൻ്റെ മാത്രം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. പൈ ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ. അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അറിയാവുന്നതാണ്. അത് സൈൻ പൈ ആണ്, സൈൻ പൈ ടി ആണ്, സൈൻ പൈ ടി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഒരു ഇ ടു ദി പവർ മൈനസസ് വന്നേക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മളൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എഴുതണം. അപ്പോൾ അത് യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്ന എസിൻ്റെ കോഎഫിഷ്യന്റ് 1 ആണ്, ടി മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ ഇത് ടി മൈനസ് 1 ആയതുകൊണ്ട് ഈ ടിയും തീർച്ചയായിട്ടും നമ്മൾ റീപ്ലേസ് ചെയ്യണം ടി മൈനസ് 1ലേക്ക്. അപ്പോൾ സൈൻ ടി സൈൻ പൈ ടൈംസ് ടി മൈനസ് 1 ടൈംസ് യു ഓഫ് ടി മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇ ടു ദി പവർ ഒരു മൈനസ് എസ് വന്നിട്ടുള്ള ഇ ടു ദി പവർ മൈനസ് എ എസിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ? പീസ് വൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനെ എങ്ങനെ നമ്മൾ പീസ് വൈസ് ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം, പീസ് വൈസ് ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം, ഇത് വെച്ചിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Let's wind up the session. Okay, thank you. Bye.